അപ്പൊ നമ്മൾ കഴിക്കാൻ പോകുന്ന ഗോൾഡ് കോയിൻ ചോക്ലേറ്റ്സ് ആണ്. ഇതിന്റെ പാക്കേജിംഗ് തുറക്കാൻ നല്ല സാറ്റിസ്ഫൈങ് ആയിരുന്നു കേട്ടോ. ആ ടേപ്പ് പറഞ്ഞപ്പോൾ റിബൺ ഒക്കെ കട്ട് ചെയ്യുന്ന ഫീലാണ് കിട്ടിയത്. ഓരോ ചോക്ലേറ്റ് കോയിനും നല്ല ഹാർഡാണ്. പിന്നെ ഫോയിൽ പേപ്പറിൽ കവർ ചെയ്തുകൊണ്ട് ഒരു മെറ്റാലിക് ഫീലും ഉണ്ട്. ശരിക്കും ഒരു കോയിൻ തുറന്നെ പോലെ തോന്നും കേട്ടോ. ഒരു സൈഡിലാണെങ്കിൽ ഒരു സിംഹത്തിന്റെ പിക്ചർ കൊടുത്തിട്ട് യൂറോ എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. മറ്റേ സൈഡിലാണെങ്കിൽ ഒരു മനുഷ്യന്റെ പിക്ചറും പിന്നെ ഒരു ഡേറ്റും ഒക്കെ ആയിട്ട് കൊടുത്തേക്കുന്നത്. സൈസ് വൈസ് വെച്ച് പറഞ്ഞാൽ നമ്മൾ 10 റുപ്പി കോയിന്റെ അത്രയൊക്കെ വരും. പക്ഷെ ഒബ്വിയസ്ലി അത്രയും കോസ്റ്റ്ലി ഒന്നും ഇല്ല കേട്ടോ. ഒരു ബോക്സിൽ ഇങ്ങനത്തെ 60 കോയിൻസ് ആണ് വരുന്നത്. വിലയാണെങ്കിൽ 200 റുപ്പീസ്. അപ്പോൾ ഒരു ഗോൾഡ് ചോക്ലേറ്റിന് അറൌണ്ട് 3 റുപ്പീസ് ആയിട്ട് വരുന്നത്. ഈ ഫോയിൽ റാപ്പ് അങ്ങ് മാറ്റിയിട്ട് ചോക്ലേറ്റ് പുറത്ത് എടുക്കുമ്പോഴും ഡിസ്പോയിന്റ് ആവില്ല. കാരണം ഈ ചോക്ലേറ്റിന്റെ ഉള്ളിൽ ആ ലയന്റെ ലോഗോയും ആ അക്കടെ പിക്ചറും ഒക്കെ ക്ലിയർ ആയിട്ട് കാണാട്ടോ. സംഭവം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഹാർഡൊക്കെയാണ്. വെയിലത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് പോലും ഇത് മെൽറ്റ് ഒന്നും ആയില്ല. ഒരു മിനിറ്റ് ഓവനിൽ വെച്ചിട്ട് പോലും സംഭവം മെൽറ്റ് ഒന്നും ആയില്ല. പക്ഷെ എളുപ്പത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിൽ സോഫ്റ്റ്. ടേസ്റ്റ് വെച്ചിട്ട് പറഞ്ഞാൽ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിത് മേടിക്കുന്ന ടേസ്റ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഇതിന്റെ ലുക്ക് നോക്കിയിട്ട് തന്നെയാണ്.